ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്ന ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ലാബ് അറ്റൻഡർ എഴുതുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എന്താ വെച്ചാൽ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് ഫാക്ട്സും SCERTയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം സൈലൻറ്റ് വാലി. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ബയോഡൈവേഴ്സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയുടെ പഴയ പേരാണ് സൈരന്ധ്രി വനം. സൈലൻറ്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനം. സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. സിംഹവാലൻ കുരങ്ങിനെ കണ്ടുവരുന്ന സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി. പക്ഷേ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി ആയിരുന്നു. 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2007. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചതാരാണ്? റോബർട്ട് വൈറ്റ്. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് റോബർട്ട് വൈറ്റ്. സൈലൻറ്റ് വാലിയിൽ എന്തുകൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്? അവിടെ വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ടാണ് സൈലൻറ്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടുന്നതിൻ്റെ കാരണം, ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ടാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കുലിനിയ എക്സാറിലേറ്റ. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലേറ്റ. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? മക്കാക്ക സിലനസ്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലം ഏതാണ്? നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട സ്ഥലമാണ് ചിന്നാർ. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ. ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ. കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? പാമ്പാർ. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത്? ആറളം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോട്ടയം ജില്ലയിലെ കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. കോട്ടയം ജില്ലയിലെ കായലോര വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കുമരകം. ഉത്തരവാദിത്ത വിനോദസഞ്ചാര കേന്ദ്രം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് കുമരകം. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. കോട്ടയം ജില്ലയിലെ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നതും കുമരകം പക്ഷി സങ്കേതം. താഴെ ശെന്തരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ശെന്തരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ശെന്തരുണിയെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ശെന്തരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു സങ്കേതമാണ് വന്യജീവി സങ്കേതം. ഏതാണ്? ശെന്തരുണി വന്യജീവി സങ്കേതം. ശെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. ശെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനത്തിൻ്റെ ഭാഗമാണ്. ശെന്തരുണി എന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ശെന്തരുണി എന്ന മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. നമ്മൾ കുറച്ച് മുമ്പേ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു പറഞ്ഞത്? വെടിപ്ലാവാണെങ്കിൽ കുലീനമാണ്, കുലീനിയ എക്സാറിലേറ്റ. വെടിപ്ലാവ് കുലീനിയ എക്സാറിലേറ്റ. ശെന്തരുണി ആണെങ്കിൽ ട്രാവൻകൂറിക്ക, ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ മതി. വെടിപ്ലാവാണെങ്കിൽ കുലീനമാണ് വെടിപ്ലാവ്. ഇപ്പോൾ കുലീനിയ എക്സാറിലേറ്റ. ശെന്തരുണി ഗ്ലൂട്ട ട്രാവൻകൂറിക്ക. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. വരയാടുകളെ സംരക്ഷിക്കുന്ന എവിടെയൊക്കെ വരയാടുകളെ സംരക്ഷിക്കുന്നുണ്ട്? ഇരവികുളത്തും സംരക്ഷിക്കുന്നുണ്ട്. മൂന്നാറിലെ രാജമലയിലും വരയാടിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇരവികുളത്തും വരയാടിനെ സംരക്ഷിക്കുന്നുണ്ട്. മൂന്നാറിലെ രാജമലയിലും വരയാടുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975. ഇരവികുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. നെയ്യാറിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ എന്ന് പറയുന്നത്. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലാണ്. പക്ഷി നിരീക്ഷകരുടെ ഗാർഡൻ ഓഫ് ഏതൻ എന്നറിയപ്പെടുന്നതാണ് കുമരകം പക്ഷി സങ്കേതം. പക്ഷി നിരീക്ഷകരുടെ ഗാർഡൻ ഓഫ് ഏതൻസ് എന്നറിയപ്പെടുന്നത് കുമരകം പക്ഷി സങ്കേതം. കുമരകം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. കുമരകം ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത കേന്ദ്രമന്ത്രി ജയറാം രമേശ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലെ പഴയ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ. പെരിയാറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൽ തന്നെയാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് പീരുമേട്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കിയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ലയും ഇടുക്കി തന്നെയാണ്. ഏറ്റവും വലുത് ഏതാണ്? ഇരവികുളം. ഏറ്റവും ചെറുത് പാമ്പാടുംചോല. ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഇടുക്കിയിൽ തന്നെയാണ് കാണപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. തട്ടേക്കാട് ആരുടെ സ്മരണാർത്ഥമാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്? തട്ടേക്കാട് ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. മുത്തങ്ങായി എവിടെ തന്നെയാണ്? വയനാട് തന്നെയാണ് മുത്തങ്ങായി ഉള്ളത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഏതാണ്? മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം.
ചൂളന്നൂരിൽ എന്താണ് സംരക്ഷിക്കപ്പെടുന്നത്? മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂളന്നൂർ. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നതാണ് മംഗളവനം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ രണ്ടാമത്തെ കടുവാ സങ്കേതമാണ് പറമ്പിക്കുളം. കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാർ. പെരിയാർ കടുവാ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട. സൈലന്റ് വാലി ഏത് ടൈപ്പാണ്? സൈലന്റ് വാലി ഏതിനം വനവിഭാഗമാണ്? നിത്യഹരിതവനം. സൈലന്റ് വാലി ഏതാണ്? നിത്യഹരിതവനമാണ് സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത്. സൈലന്റ് വാലി നിത്യഹരിതവനം എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ഇത് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇരവികുളം നാഷണൽ പാർക്കിലെ പ്രധാന വന്യജീവി. ഇരവികുളം നാഷണൽ പാർക്കിൽ ഏതാണ്? വരയാട്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി. മയിലുകളുടെ സംരക്ഷണാർത്ഥമുള്ള പ്രദേശം ചൂളന്നൂർ. മയിലുകളുടെ സംരക്ഷണാർത്ഥമുള്ള പ്രദേശം ഏത്? ചൂളന്നൂർ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് കുമരകം. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ എന്ന് പറയുന്നത്. കേരളത്തിലെ 5 ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കുടിയേറ്റക്കാരുടെ ജില്ല, കേരളത്തിൻ്റെ പഴക്കൂട, കേരളത്തിൻ്റെ പവർ ഹൗസ്. ഇടുക്കിക്ക് എന്തൊക്കെ വിശേഷണങ്ങളാണുള്ളത്? കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജനത്തോട്ടം, കേരളത്തിൻ്റെ കുടിയേറ്റക്കാരുടെ ജില്ല, കേരളത്തിൻ്റെ പഴക്കൂട, കേരളത്തിൻ്റെ പവർ ഹൗസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സ്ഥലവും ഇടുക്കി തന്നെയാണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം. കേരളത്തിലെ ആദ്യ ആർച്ച് ഡാമാണെങ്കിൽ ഇടുക്കി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എറണാകുളം. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എറണാകുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ ദേശീയ പാർക്കായ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണെന്നപ്പോൾ നമ്മൾ അറിയണം. നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, പാമ്പാടുംചോല. 5 നാഷണൽ പാർക്ക് അല്ലെങ്കിൽ 5 ദേശീയോദ്യാനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഏറ്റവും വലുത് ഇരവികുളം, അത് ഇടുക്കിയിലാണ്. ഏറ്റവും ചെറുത് പാമ്പാടുംചോല, അതും ഇടുക്കിയിലാണ്. 2003 വന്നതാണ് ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പാമ്പാടുംചോല. ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇടുക്കി അല്ലാത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. അത് പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ദേശീയ പാർക്കായ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. പറമ്പിക്കുളം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏത് തന്നെയാണ്? അഗസ്ത്യാർകൂടം. തെക്കൻ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടത്തെ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ചത് 2016. അഗസ്ത്യാർകൂടത്തെ ബയോസ്ഫിയർ റിസർവായി യുനെസ്കോ പ്രഖ്യാപിച്ച വർഷം 2016. മുത്തങ്ങ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. വയനാട് ജില്ലയിൽ തന്നെയുള്ള വേറൊരെണ്ണം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷി പാതാളം, വയനാട് ജില്ലയിൽ. ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രമാണെന്ന് നമ്മൾ പറഞ്ഞു, അത് പാലക്കാട് ജില്ലയിലാണ്. മംഗളവനം എറണാകുളം ജില്ലയിലാണ്. ഇതെല്ലാം വന്യജീവി. ചൂളന്നൂർ പക്ഷി സങ്കേത കേന്ദ്രമാണ്. കേരളത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഏതായിരുന്നു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? ശെന്തരുണി വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. ലോകബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം
925 ചതുരശ്ര കിലോമീറ്റർ. 1992 പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ പ്രൊജക്ട് എലിഫന്റിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണെന്നും ഏറ്റവും ചെറുത് പാമ്പാടൻചോലയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് രണ്ടും ഇടുക്കി ജില്ലയിലാണ്. ഇതെല്ലാം ഇങ്ങനെ പല വർഷങ്ങളിലായിട്ട് ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറാണ്. നെയ്യാർ തിരുവനന്തപുരമാണ്. കേരളത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കുന്നത്? വരയാട്. വരയാടിനെ സംരക്ഷിക്കുന്ന വേറൊരു നാഷണൽ പാർക്കും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു? ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. വരയാടിനെ സംരക്ഷിക്കുന്നത് മൂന്നാർ, രാജമല, ഇരവികുളം 2 സ്ഥലത്ത് വരയാടിനെ സംരക്ഷിക്കുന്നുണ്ട്. പെരിയാർ വന്യമൃഗ സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. തട്ടേക്കാട് എവിടെയാണ്? തട്ടേക്കാട് എറണാകുളം. തട്ടേക്കാടും മംഗളവനവും എറണാകുളം. ചൂളന്നൂർ പാലക്കാട്. കടലുണ്ടി മലപ്പുറം. അരിപ്പ തിരുവനന്തപുരം. തട്ടേക്കാട് മംഗളവനം എറണാകുളം. ചൂളന്നൂർ പാലക്കാട്. കടലുണ്ടി മലപ്പുറം. ലയൺ സഫാരി പാർക്ക് എന്നറിയപ്പെടുന്നത് നെയ്യാർ ഡാമാണ്. ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? നെയ്യാർ ഡാമിലാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം നെയ്യാർ ഡാം തന്നെയാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രവും നെയ്യാർ ഡാം തന്നെയാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആന. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏതാണ്? ആന. അപ്പോൾ നമ്മൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എന്ന ടോപ്പിക്കിലെ എല്ലാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും SCERT ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.